രേഖാപത്ര. ഈ രേഖാപത്ര എന്ന് പറഞ്ഞാൽ സന്ദേശ് ഖാലിയിൽ സ്ത്രീകളെ ഗ്യാങ് റേപ്പ് ചെയ്തല്ലോ. സ്ത്രീകളെ ഗ്യാങ് റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ സധൈര്യം നിന്ന് പോരാടിയ വ്യക്തിയാണ് രേഖാപത്ര. 5000 വോട്ടിന് BJP സീറ്റിൽ നിന്ന് അവിടെ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് രത്ന ദേബ്നാഥ്. ആരാണ് ഈ രത്ന ദേബ്നാഥ്? ആർജിക്കറിൽ ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടല്ലോ. നിർഭയ വിഷയത്തിന് ശേഷം രാജ്യമൊന്നടങ്കം ചർച്ച ചെയ്ത വിഷയമാണ് ഈ ആർജിക്കർ. പക്ഷേ കേരളത്തിൽ വലിയ ചർച്ചയായില്ല. കാരണം സാധനം മമതയ്ക്കെതിരാണല്ലോ. ധ്രുവ് റാഠി പോലും അന്ന് ഈ കാര്യം ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. ഇന്നവൻ വേഷ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. അവന് പെഡിഗ്രി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെന്ന് പറയുന്നത്. അങ്ങനെ രത്ന ദേബ്നാഥ് അവർ നിന്നു, മത്സരിച്ചു. എനിക്ക് തോന്നുന്നു അവർ നിന്നത് TMC സ്ട്രോങ് ഹോൾഡ് ഏരിയ ആയിട്ടുള്ള പാനിഹത്തിൽ നിന്നാണ്. 28,000 വോട്ടിന് അവർ ജയിച്ചു. 28,000 വോട്ടിന് അവർ ജയിക്കുക മാത്രമല്ല, ഈ ജയം TMCക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം ഉണ്ടാക്കുമല്ലോ. അവരുടെ വീട്ടിൻ്റെ സൈഡിൽ കൊണ്ട് ബോംബിട്ടു. ഇപ്പോൾ അറിയുന്നത് ഇവരെ മന്ത്രിയാക്കും എന്നുള്ളതാണ്. നിന്നെയൊക്കെ അവർ തൂക്കും. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് കാളിത മാജി. ഈ കാളിത മാജി എന്ന് പറയുന്നത് 4 വീടുകളിൽ വീട്ടുജോലിക്ക് പോയി മാസം 2,500 രൂപയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്നൊരു സ്ത്രീയാണ്. BJPയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഇവരെ TMC ഗുണ്ടകൾ അറ്റാക്ക് ചെയ്തു, അഥവാ ഹറാസ് ചെയ്തു. ഇവർ ഇപ്പോൾ ഓസ്രാമിൽ നിന്ന് 12,000 വോട്ടുകൾക്ക് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള ഫെമിനിസം എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കല്ലേ അയ്യപ്പ എന്ന് പറയുന്നതല്ലേ യഥാർത്ഥത്തിലുള്ള ഫെമിനിസം.